1950 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ട് 3 വർഷങ്ങൾ. ഗോപാൽ സിംഗ് വിഷറത് എന്ന് പറയുന്ന ഒരാള് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാണ്, ഒരു കേസ് ഫയൽ ചെയ്യാണ്. അയോധ്യയിലെ ബാബരി മസ്ജിദിലെ അധികാരികളായ 5 മുസ്ലിങ്ങൾക്കെതിരെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെയുമാണ് ഈ കേസ് ഫയൽ ചെയ്തത്. ബാബരി മസ്ജിദിനുള്ളിലുള്ള തന്റെ രാമവിഗ്രഹത്തെ കാണാനും പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനുമുള്ള അധികാരത്തിന് വേണ്ടിയാണ് ഹിന്ദു മഹാസഭ അംഗമായിരുന്ന ഗോപാൽ സിംഗ് വിചരത്തിന്റെ ഈ പെറ്റീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ബാബരി മസ്ജിദും രാമജന്മഭൂമിയും തമ്മിലുള്ള നിയമ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഇത്. 1885 മുതൽ 2019 വരെ നീണ്ട 134 വർഷത്തെ നിയമ പോരാട്ടത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മൂവ്മെന്റ്. രാജ്യത്തിന്റെ ഭരണമാറ്റങ്ങൾ, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനങ്ങൾ, നഷ്ടപ്പെട്ട ജീവനുകൾ, വിഭജിച്ച അല്ലെങ്കിൽ മാറിപ്പോകേണ്ടി വന്ന സമൂഹങ്ങൾ എന്നിങ്ങനെ അയോധ്യയിലെ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോയിലൂടെ അയോധ്യയിലെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭൂമി പോരാട്ടത്തിന്റെ തുടക്കവും മധ്യവും ഒടുക്കവും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിലെ കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. 1526 മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ സഹ്റുദ്ദീൻ ബാബർ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെ കീഴടക്കുകയും ഇന്ത്യയിലെ മുഗൾ ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ബാബറിന്റെ ജനറൽ ആയിരുന്ന മിർബാക്കി ബാബറിന്റെ നിർദ്ദേശപ്രകാരം 1528 അയോധ്യയിലെ ഒരു പള്ളി പണിയുന്നു, ബാബരി മസ്ജിദ്. ഇതാണ് കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന കഥ. എന്നാൽ ബാബരി മസ്ജിദ് എന്ന് പേര് നിലനിൽക്കുന്നുണ്ടെങ്കിലും ചക്രവർത്തി ഔറംഗസേബിന്റേതാണ് ഈ സൃഷ്ടി എന്നും വിശ്വാസങ്ങളുണ്ട്. ബാബർ ചക്രവർത്തി ജീവിച്ചിരുന്ന കാലത്ത് തന്റെ ഓർമ്മകളെല്ലാം എഴുതി വെച്ചിരുന്നു. ബാബർ നാമ എന്ന ബാബറിന്റെ മാതൃഭാഷയിൽ എഴുതിയ ഈ ആത്മകഥയിൽ ഒന്നും തന്നെ ബാബർ അയോധ്യയിലെ ഒരു പള്ളി പണിതതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ ആര് പണിതാലും പള്ളി ബാബറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 18ാം നൂറ്റാണ്ട് വരെ അയോധ്യയും ബാബർ മസ്ജിദും എല്ലാം തന്നെ മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഇതിനെ ചൊല്ലി നടന്നതിന് തെളിവുകളില്ല. തങ്ങളുടെ ഭഗവാനായ ശ്രീരാമന്റെ ജനന സ്ഥലത്താണ് ബാബർ മസ്ജിദ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ ഹിന്ദു വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് വലിയ പരിഗണനയൊന്നും മുഗൾ ഭരണകാലത്ത് ലഭിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ 19ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ്യത്തിന്റെ പലയിടത്തും കൺട്രോൾ കൊണ്ടുവരാൻ തുടങ്ങിയിരുന്നു. ഈ സമയം തന്നെ അയോധ്യയും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് കീഴിലായി. ഡിവൈഡ് ആൻഡ് റൂൾ. ഹിന്ദുക്കൾക്ക് അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കാം, മുസ്ലിങ്ങൾക്കും അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കാം, പക്ഷേ കമ്പനിയെ അനുസരിച്ചുകൊണ്ട് മാത്രം. കമ്പനിയുടെ 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് സ്ഥലത്തെ രാജാക്കന്മാരെല്ലാം അല്ലെങ്കിൽ സമീന്ദാർമാരെല്ലാം കർഷകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും വരുമാനം കണ്ടെത്തിയിട്ട് കമ്പനിക്ക് നൽകണം. മതങ്ങൾക്കും ഭൂമിക്കുമടക്കം കൃത്യമായിട്ടുള്ള വേർതിരിവുകൾ വന്ന ഭരണകാലത്ത് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന മസ്ജിദ് നിൽക്കുന്ന ഭൂമിയെ പറ്റിയുള്ള വിവാദങ്ങൾക്കും തുടക്കമായി. ബാബരി മസ്ജിദ് നിലനിൽക്കുന്നത് തങ്ങളുടെ ഭഗവാൻ ശ്രീരാമന്റെ ജനന സ്ഥലത്താണെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ ക്ഷേത്രം പൊളിച്ചാണ് ബാബരി മസ്ജിദ് പണിതിരിക്കുന്നതെന്നും തങ്ങളുടെ ഭഗവാന്റെ ജനന സ്ഥലത്ത് തങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊരു കൂട്ടർ വാദിച്ചപ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു പള്ളിയിൽ പുതുക്കി പണിതാണ് ബാബരി മസ്ജിദ് എന്നും യാതൊരു ക്ഷേത്രാവശിഷ്ടങ്ങളും പള്ളിയിലില്ല എന്നും ഒരു കൂട്ടർ വാദിച്ചു. 1853 മുതൽ പ്രദേശത്ത് മതകലഹങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. ഇതിനൊരു ഒടുക്കം വന്നത് 6 വർഷങ്ങൾക്ക് ശേഷം 1859 ബ്രിട്ടീഷുകാര് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം 2ആയിട്ട് വേർതിരിച്ചു. ബാബരി മസ്ജിദിന്റെ ഉൾഭാഗം ഇന്നർ കോർട്ട് മുസ്ലിംസിന്റെ ആരാധനയ്ക്കായിട്ടും പുറം ഭാഗത്ത് പ്ലാറ്റ്ഫോം പണിത് ഹിന്ദു ആരാധനയ്ക്കായിട്ടും വിട്ടുകൊടുത്തു. പിന്നീട് 90 വർഷത്തോളം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്നവരെ ബാബർ മസ്ജിദിനെ കുറിച്ച് വലിയ തർക്കങ്ങളില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1947 ആകുന്നു സ്വതന്ത്ര ഇന്ത്യ ജനിക്കുന്നു. ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇക്വാലിറ്റി ഫോർ ഓൾ സിറ്റിസൺ. ഇന്ത്യ 2ആയി പിരിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറിയിരുന്നു. പക്ഷെ അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ കെട്ടിയ വേലിക്ക് മാത്രം അത്രയ്ക്ക് ബലമില്ലായിരുന്നു. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 1950 ഗോപാൽ സിംഗ് വിഷറത് കോടതിയിൽ ഫയൽ ചെയ്ത കേസ് മസ്ജിദിനുള്ളിലുള്ള തന്റെ ദൈവത്തിന്റെ വിഗ്രഹത്തിനെ കാണാനും അതിനെ ആരാധിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടിയുള്ള കേസ്. എങ്ങനെയാണ് ഗോപാൽ സിംഗ് വിഷറത് പെറ്റീഷനിൽ പറയുന്ന രാമവിഗ്രഹം മസ്ജിദിനുള്ളിലെത്തിയത്? ഒരു കഥ അല്ലെങ്കിൽ വിശ്വാസം നിലനിൽക്കുന്നത് ആ പ്രതിമ അത്ഭുതകരമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്. ബാബരി മസ്ജിദിന്റെ മുകളിൽ ഒരു വലിയ ഇടിമിന്നലുണ്ടായെന്നും അപ്പോൾ അവിടെ രാമരൂപം കണ്ടെന്നും വാർത്തകൾ പറഞ്ഞിരുന്നു. അടച്ചിട്ട ബാബരി മസ്ജിദിന്റെ അഴിക്കുള്ളിലൂടെ അതിനുള്ളിലെ ഒരു കുട്ടിയുടെ രൂപം കണ്ടെന്നും അത് ശ്രീരാമ ഭഗവാന്റെ ശിശുരൂപമാണെന്നും വാർത്തകൾ വരുന്നു. ശ്രീരാമ ഭഗവാൻ ജനിച്ച എക്സാക്ട് ലൊക്കേഷനിലാണ് ഇപ്പോൾ ആ വിഗ്രഹം ഇരിക്കുന്നതെന്നും വാർത്തകൾ വരുന്നു. എന്നാൽ വിവാദപരമായി നിൽക്കുന്ന മറ്റൊരു വിവരണം ഇങ്ങനെയാണ്. 1946 ഹിന്ദു മഹാസഭയുടെ ഭാഗമായിരുന്ന അഖില ഭാരതീയ രാമായണ സഭ മസ്ജിദ് നിൽക്കുന്ന പ്രദേശം കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരുന്നു. 1949 ഡിസംബർ 22 അഭിരാം ദാസ് എന്ന ഹിന്ദു പ്രവർത്തകൻ, അയാളൊരു റെസ്ലറാണ്, കരുത്തനായ ഒരു മനുഷ്യനാണെന്ന് പറയുന്നു. അഭിരാം ദാസും മറ്റ് 30ഓളം പ്രവർത്തകരും ചേർന്ന്
ബാബറി മസ്ജിദിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ശ്രീരാമ വിഗ്രഹം മസ്ജിദിനുള്ളിലെ രാമജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അന്ന് ഫൈസാബാദ് കളക്ടറായിരുന്ന KK നായർ മസ്ജിദിനുള്ളിലെ രാമവിഗ്രഹം സ്ഥാപിച്ചതിന് ന്യായീകരിച്ചിരുന്നു. KK നായർ വിഗ്രഹം ഇരിക്കുന്ന മുറിക്ക് പ്രൊട്ടക്ഷൻ നൽകുകയും ഭക്തർക്ക് വിഗ്രഹത്തെ പൂജിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ചെറിയ സമയങ്ങൾ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ബലപ്രയോഗത്തോടെയുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും ഒക്കെ എതിർത്തു. ബലപ്രയോഗം നടത്തിയാലും വേണ്ടില്ല, മസ്ജിദിൽ നിന്ന് സന്യാസിമാരെ ഒഴിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് മസ്ജിദ് കൺട്രോളിൽ വെക്കുകയും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മസ്ജിദിനുള്ളിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് തുടർച്ചയായിട്ടാണ് ഗോപാൽ സിംഗ് വിശ്വനാഥ് തന്റെ ദൈവവിഗ്രഹത്തെ പൂജിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കോടതി സഹായം തേടുന്നത്. ഇതിനെ തുടർന്ന് ജഡ്ജ് പൂജാകർമ്മങ്ങൾ നടത്താൻ മാത്രം അനുവാദം കൊടുത്തു. ശേഷം 1950 മുതൽ 1955 വരെയുള്ള കാലഘട്ടത്തിൽ ഹിന്ദു സംഘടനകളും മുസ്ലിം സംഘടനകളും മസ്ജിദിനുള്ളിലെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കേസുകൾ കൊടുക്കുകയാണ്. ഉത്തർപ്രദേശിലെ സുന്നി സെൻട്രൽ ബോർഡ് ഓഫ് വാഖഫ് പിന്നെ മറ്റ് മുസ്ലിം സംഘടനകൾ ഇവരുടെ വാദം എന്തായിരുന്നു എന്ന് വെച്ചാൽ, മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ട് അയാളുടെ പടത്തലവൻ മിർബാക്കി പണിതതാണ് ബാബർ മസ്ജിദ് എന്നും ഒരു തകർന്ന അമ്പലത്തിന് മുകളിലോ അല്ലെങ്കിൽ അമ്പലം തകർത്തിട്ടോ അല്ല ഈ പള്ളി പണിതിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 1949 ഡിസംബർ 22 വരെ പള്ളിയിൽ പ്രാർത്ഥനകൾ മുടങ്ങാതെ നടന്നിരുന്നു. അതിനുശേഷം ഒരു കൂട്ടം ഹിന്ദുക്കൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുകയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ഇസ്ലാമിക മതഘടനയെയും പള്ളിയെയും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കടന്നു വന്നിരിക്കുന്നു. അതിനാൽ പള്ളിയിന്മേലുള്ള പൂർണ്ണ അവകാശം തിരികെ ഏൽപ്പിക്കണം എന്നായിരുന്നു ഇവരുടെ വാദം. 1955 മുതൽ 1984 വരെയുള്ള കാലഘട്ടത്തിലും കോടതിക്ക് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വിധി തീർപ്പാക്കാനായിട്ട് സാധിച്ചില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ടും പ്രൊസീജിയറുകളുടെ കാലതാമസവും എല്ലാം തന്നെ ഈ ഒരു വലിയ ഡിലേക്ക് കാരണമായി. 1986 ജനുവരി 25 അഡ്വക്കേറ്റ് ആയിരുന്ന ഉമേഷ് ചന്ദ്ര പാണ്ഡെ ഫൈസാബാദ് മുൻസിഫ് മജിസ്ട്രേറ്റിന് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. തൽക്കാലത്തേക്ക് മസ്ജിദിനിട്ടിരിക്കുന്ന ലോക്ക് അഴിക്കണമെന്നും വിഗ്രഹത്തെ ദർശിക്കാൻ ഭക്തരെ മസ്ജിദിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഇത്. എന്നാൽ മുൻസിഫ് മജിസ്ട്രേറ്റ് മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട കേസായതുകൊണ്ട് ഹൈക്കോർട്ട് മാത്രമേ ഈ കേസ് പരിഗണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഹർജി തള്ളി. ഉമേഷ് ചന്ദ്ര പാണ്ഡെ 6 ദിവസങ്ങൾക്ക് ശേഷം ഫൈസാബാദ് ജില്ലാ കോർട്ടിൽ വീണ്ടും അപ്പീൽ ചെയ്യുന്നു. ഫെബ്രുവരി 1 ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും സൂപ്രണ്ട് ഓഫ് പോലീസും മസ്ജിദിന്റെ ലോക്ക് തുറന്നാൽ യാതൊരുവിധ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകില്ലെന്നും ഉണ്ടാകാതെ നോക്കുമെന്ന ഉറപ്പും കൊടുത്തതോടുകൂടി കോടതി മസ്ജിദിന്റെ ലോക്ക് തുറക്കാനായിട്ട് അനുവാദം നൽകുകയാണ്. വിധി വന്ന സെയിം ഡേ ഫെബ്രുവരി 1 തന്നെ മസ്ജിദിന്റെ ലോക്ക് തുറക്കുന്നു. ഈ സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെക്കുകയും പിന്നീട് മുസ്ലിം ലീഡേഴ്സിന്റെ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിനും കാരണമായി. മസ്ജിദിന് ഉള്ളിലേക്കുള്ള പ്രവേശനത്തിൽ ഒതുങ്ങാതെ അവിടെ വിഗ്രഹിക്കുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയും എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെന്റുകളാണ് പിന്നീട് രാജ്യത്ത് വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കുന്നത്. 1984 VHP വിശ്വ ഹിന്ദു പരിഷത്ത് രാം ജന്മഭൂമി മൂവ്മെന്റിന് അതിന്റെ പ്രചാരണം ഇന്ത്യ ഒട്ടാകെ തുടക്കമിട്ടിരുന്നു. മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം പണിയുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. ഭാരതീയ ജനതാ പാർട്ടി BJPയുടെ ഇലക്ഷൻ വാഗ്ദാനങ്ങളും രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഉറപ്പു നൽകുന്നതായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് ഇത്തരം വലിയ വെല്ലുവിളികൾ ഭരണപക്ഷം നേരിട്ടിരുന്നു. അന്ന് 1990 LK അദ്വാനി രാമക്ഷേത്ര മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രഥ് യാത്ര, ഒരു തീർത്ഥാടന ഘോഷയാത്ര അയോധ്യയിലേക്ക് തുടക്കമിട്ടു. രാജ്യത്തെമ്പാടും നിന്നുള്ള അനുഭാവികളെയും കൊണ്ട് അയോധ്യയിലേക്ക് പുറപ്പെട്ട ഈ രഥ് യാത്ര വലിയ കലാപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആയിരക്കണക്കിന് കർഷകരും മറ്റു വിശ്വാസികളെല്ലാം ചേർന്ന് ഗ്രാമങ്ങളും പട്ടണങ്ങളും കടന്ന് മുന്നോട്ട് കുതിച്ചു. പക്ഷേ ഏകദേശം 1 മാസം തികയും മുമ്പേ ഒക്ടോബർ 23 പ്രധാനമന്ത്രി VP സിംഗിന്റെ അനുമതിയോടുകൂടി ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ ഉത്തരവില് LK അദ്വാനിയെ ഇത്രയും വലിയ കൂട്ടത്തെ അനുമതിയില്ലാതെ UP ബീഹാർ ബോർഡർ ക്രോസ് ചെയ്തതിന് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 1992 ഡിസംബർ 6 അയോധ്യ കണ്ട സംഭവങ്ങൾ അത് ഇന്ത്യൻ ചരിത്രത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന മാഞ്ഞു പോവാത്ത സംഭവങ്ങളായിരുന്നു. 1000ഓളം കർസേവകർ അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് ബാബർ മസ്ജിദിനുള്ളിലേക്ക് മാർച്ച് നടത്തുകയും തടസ്സങ്ങളെയെല്ലാം മറികടന്ന് അവർ ചുറ്റുകയും ടൂൾസുകളെല്ലാം എടുത്ത് ബാബർ മസ്ജിദിന് മുകളിലേക്ക് കയറുകയും മസ്ജിദിന് തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് രാജ്യത്തുണ്ടായ അക്രമങ്ങൾ, കലാപങ്ങൾ, നഷ്ടപ്പെട്ട ജീവനുകൾ ഒന്നും തന്നെ നിസ്സാരമായി കളയാൻ പറ്റുന്നതല്ല. 2003 കോടതി നിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബാബർ മസ്ജിദ് പണിതിരിക്കുന്നത് ഒരു പഴയ കെട്ടിടത്തിന് മുകളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി. എന്നാൽ ഇത് ഒരു ഹിന്ദു ടെമ്പിളിന്റെ മുകളിലാണെന്നൊന്നും കോടതി പറഞ്ഞില്ല. സർവേകളിൽ അംഗമായിരുന്ന മറ്റ് റിസർച്ചേഴ്സിന്റെ ഇന്റർവ്യൂകളിലൂടെ ഹിന്ദു ക്ഷേത്രത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു താഴെയുള്ള കെട്ടിടത്തിന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2010 അലഹബാദ് ഹൈക്കോർട്ട്
ഈ ഭൂമി മൂന്നായിട്ട് വേർതിരിക്കാനായിട്ട് വിധി പറഞ്ഞു. ഒരു ഭാഗം രാംലല്ല വിഗ്രഹത്തിനും, അതായത് ഹിന്ദു വിശ്വാസികൾക്കും, ഒന്ന് ഇസ്ലാമിക് വാഖഫ് ബോർഡിനും, മൂന്നാമത് നിർമോഹി അഖാരകൾക്കും വീതിച്ചു നൽകാനാണ് കോടതി വിധി പറഞ്ഞത്. എന്നാൽ ഈ വിധിക്കെതിരെ രണ്ട് ഭാഗക്കാരും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം 2019 നവംബർ 9 സുപ്രീം കോടതിയുടെ വിധി വരികയാണ്. വിധി ഇങ്ങനെയായിരുന്നു: തർക്കത്തിൽ നിൽക്കുന്ന 2.77 ഏക്കർ ഭൂമി രാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കാവുന്നതാണ്. മുസ്ലിം സുന്നി വാഖഫ് ബോർഡിന് തർക്കഭൂമിക്ക് അടുത്ത് തന്നെ 5 ഏക്കറോളം ഭൂമി മസ്ജിദ് പണിയാൻ വേണ്ടിയിട്ട് വിട്ടു നൽകുന്നതാണ്. ഇതായിരുന്നു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന തർക്കത്തിന്റെ അവസാന വിധി. തൊട്ടടുത്ത വർഷം 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട രാമക്ഷേത്ര നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ജനുവരി 22 നൂറ്റാണ്ടുകളുടെ തർക്കങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രാംലല്ല വിഗ്രഹം പ്രാണപ്രതിഷ്ഠ ചെയ്യപ്പെടും. 1800 കോടി ചെലവിൽ നിർമ്മിക്കപ്പെടുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മുഴുവൻ പണിയും തീരാൻ 2024 ഡിസംബർ വരെ സമയമെടുക്കും. ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും നേടിയെടുത്തതിന്റെയും വിട്ടുകൊടുത്തതിന്റെയും ഒന്നും കണക്കുകൾ നിരത്താൻ നിൽക്കേണ്ടതില്ല. ആരാണ് ശരിക്കും ജയിച്ചത്? ഹു വോൺ? ഐ തിങ്ക് ദ ബ്രിട്ടീഷ് വോൺ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.